നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. സയൻസിന് ഫുൾ മാർക്ക് വാങ്ങണ്ടേ? അതിന് ടോപ്പിക് അനുസരിച്ച് നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോക്കോ. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സും പഠിച്ചോ. അതായത് സിലബസിലെ ഓരോ ടോപ്പിക് എടുക്കുക, സയൻസിന്റെ ഓരോ ടോപ്പിക് എടുക്കുക, അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കുക. PYQ നന്നായിട്ട് പഠിക്കുക. എന്നാൽ സയൻസ് സെറ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചെവിയെ കുറിച്ച് PSC ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. PYQസിന്റെ പോളും അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കിട്ടും കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ചെവിയെ കുറിച്ചുള്ള പഠനം തന്നെയാകട്ടെ. എന്താണ് ചെവിയെ കുറിച്ചുള്ള പഠനം? ഓട്ടോളജി. ചെവിയെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓട്ടോളജി. ഓട്ടോളജി ഓട്ടോളജി ഇപ്പൊ തന്നെ പഠിച്ചോ. ചെവിയിലെ എത്ര ഭാഗങ്ങളാണുള്ളത്? പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. നമ്മൾ ഈ പുറത്ത് കാണുന്ന ഭാഗമില്ലേ, ഇതിനെ പറയുന്ന പേരെന്തുവാ? പിന്ന എന്നാണ് പറയുന്നത്. അത് ഏത് ഇയറിന്റെ ഭാഗമാണ്? എക്സ്റ്റേണൽ ഇയർ അഥവാ ബാഹ്യകർണം. ബാഹ്യകർണത്തിന്റെ ഭാഗമാണ് പിന്ന, അതായത് ചെവിക്കുട. മലയാളത്തിൽ ചെവിക്കുട എന്ന് പറയും. പിന്നെ മാത്രമല്ല, ഇയർ കനാൽ അഥവാ കർണനാളം. കർണനാളം കർണനാളം ചെവിക്കുട, ഇത് രണ്ടും ബാഹ്യകർണത്തിന്റെ ഭാഗമാണ് എന്ന് ഓർക്കുക. ഇനി ടിംഫാനം അഥവാ ഈ കർണപടം ഇല്ലേ, അല്ലെങ്കിൽ കർണപുടം എന്ന് പറയും. അപ്പൊ PSCയുടെ ഒഫീഷ്യൽ പബ്ലിക്കേഷനില് അത് ബാഹ്യകർണത്തിന്റെ ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ മധ്യകർണത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പൊ മധ്യകർണം അഥവാ മിഡിൽ ഇയർ. മിഡിൽ ഇയറിന്റെ ഭാഗങ്ങൾ ഏതൊക്കെ? കർണപടം. എന്നാൽ നമ്മുടെ ഒഫീഷ്യൽ പബ്ലിക്കേഷനിൽ കർണപുടം അല്ലെങ്കിൽ കർണപടം ബാഹ്യകർണം അഥവാ എക്സ്റ്റേണൽ ഇയറിന്റെ പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. അസ്ഥി ശൃംഖല, അതുപോലെ ഓവൽ വിൻഡോ, യൂസ്റ്റേഷ്യൻ നാളി, റൗണ്ട് വിൻഡോ, ഇവയൊക്കെ നമ്മുടെ മിഡിൽ ഇയർ അഥവാ മധ്യകർണത്തിന്റെ ഭാഗമാണ്. ഇനി ആന്തരകർണം അഥവാ ഇന്റേണൽ ഇയർ, അതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വെസ്റ്റിബ്യൂൾ, കോക്ലിയ. കോക്ലിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോക്ലിയ കണ്ടിട്ട് സ്നെയിലിന്റെ ആകൃതിയിൽ ഇരിക്കുന്ന കോക്ലിയ. വെസ്റ്റിബ്യൂൾ, കോക്ലിയ, വെസ്റ്റിബുലാർ നാഡി, അർദ്ധവൃത്താകാര കുടലുകൾ, ശ്രവണ നാഡി, ഇവയൊക്കെ ആന്തരകർണത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഓരോന്നിന്റെയും ഫംഗ്ഷൻ നോക്കാം. ആദ്യം ചെവിക്കുട. നമ്മൾ പുറത്ത് കാണുന്ന ചെവിയുടെ ആകെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ചെവിക്കുടയാണ്. പുറമേ നിന്നുള്ള ശബ്ദവീജികളെ ചെവിക്കുള്ളിലേക്ക് നയിക്കുന്ന ഭാഗമാണ് ചെവിക്കുട. ചെവിക്കുട ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് സൗണ്ടുകൾ അകത്തേക്ക് പോകുന്നത്. ഇങ്ങനെ തുറന്നിരുന്നാലോ, നമുക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മലത്തി വെച്ച് നോക്കിക്കേ. നിങ്ങൾ ചെവിക്കുട ഇങ്ങനെ ഒന്ന് മലത്തി വെച്ച് നോക്കിക്കേ, സൗണ്ട് കേൾക്കുന്നത് കുറയത്തില്ലേ? അപ്പോൾ ചെവിക്കുട ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതാണ് പുറമേ നിന്നുള്ള ശബ്ദവീജികൾ ചെവിക്കുള്ളിലേക്ക് കയറാൻ കാരണമാകുന്നത്. ഇനി ചെവിക്കുടയിൽ നിന്നോ ചെവിയിലേക്കുള്ള നാളം ഏതാ? ഇയർ കനാൽ അഥവാ കർണനാളം അല്ലെങ്കിൽ ശ്രവണനാളം എന്ന് പറയും. നമ്മൾ ചെവിയിലേക്ക് കൈയിടുമ്പോഴത്തേക്കും ഒരു വഴുവഴുപ്പ് തോന്നത്തില്ലേ, ഒരു വാക്സി ഇഫക്റ്റ് തോന്നത്തില്ലേ? അതിന്റെ പേരാണ് ചെവിക്കായം. ഈ ചെവിക്കായം കർണനാളത്തിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികൾ സ്രവിക്കുന്ന സ്രവം ആണ് ചെവിക്കായം അഥവാ ഇയർ വാക്സ്. സെറുമൻ എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്നത് ചെവിക്കായം. ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. സെറുമൻ. സെറുമൻ എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്നത് ചെവിക്കായം ആണ്. ഇനി കർണപുടം അഥവാ കർണപടം, ഇംഗ്ലീഷിൽ എന്ത് പറയും? ടിംഫാനം എന്ന് പറയും. ടിംഫാനം. കട്ടി കുറഞ്ഞതും കോണാകൃതിയിലുമുള്ള ചെവിക്കുള്ളിൽ കാണപ്പെടുന്ന ഒരു മെംബ്രെയിൻ അഥവാ ഒരു സ്തരം ആണ് ഏത്? കർണപുടം അഥവാ കർണപടം, ടിംഫാനം. കട്ടി കുറഞ്ഞതും കോണാകൃതിയിലുമായി ചെവിക്കുള്ളിൽ കാണപ്പെടുന്ന സ്തരത്തിന്റെ പേരെന്തുവാ? ടിംഫാനം. ഈ കർണപുടം അഥവാ കർണപടം അല്ലെങ്കിൽ ടിംഫാനമാണ് എക്സ്റ്റേണൽ ഇയറിനെയും മിഡിൽ ഇയറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സ്തരം ഏതാണ്? കർണപുടം ആണ്. കർണപുടത്തിനും 2 ഭാഗങ്ങളുണ്ട്. അതും ഡീപ്പ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പാഴ്സ് ഫ്ലാസിഡ, പാഴ്സ് ടെൻഡ. അപ്പൊ ഇത് രണ്ടും ഏതിന്റെ ഭാഗമാണ്? പെട്ടെന്ന് പറഞ്ഞേ. കർണപുടത്തിന്റെ ഭാഗമാണ്. പാഴ്സ് ഫ്ലാസിഡയും പാഴ്സ് ടെൻഡയും ഏത് ഭാഗത്തിന്റെ അല്ലെങ്കിൽ ചെവിക്കുള്ളിലെ ഏതിന്റെ പ്രധാന ഭാഗങ്ങളാണ്? കർണപുടത്തിന്റെ ഭാഗങ്ങളാണ്. ഇനി കർണപുടത്തിൽ
വരുന്ന വൈബ്രേഷനുകളെ വർദ്ധിപ്പിച്ച് ആന്തരകർണം അഥവാ ഇന്റേണൽ ഇയറിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് ഇയർ ഓസിക്കിൾസ് അഥവാ ചെവിയിലെ അസ്ഥി ശൃംഖല. ഇനി മധ്യകർണത്തിലേക്ക് പോയാൽ മധ്യകർണത്തിൽ 3 പ്രധാനപ്പെട്ട അസ്ഥികളുണ്ട്. വളരെ പ്രധാനപ്പെട്ട അസ്ഥികൾ. ഷുവർ ക്വസ്റ്റ്യൻ. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അപ്പോൾ മധ്യകർണത്തിലെ പ്രധാന അസ്ഥികൾ ഏതൊക്കെ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഈ 3ന്റെയും ആകൃതി പഠിച്ചു വെക്കുക. PSC ചോദിക്കും. മാലിയസിന്റെ ആകൃതി ചുറ്റിക ആകൃതിയാണ്. ഇൻകസിന്റെ ആകൃതി കൂടക്കല്ലിന്റെ ആകൃതിയാണ്. സ്റ്റേപ്പിസിന്റെ ആകൃതി കുതിരലാടത്തിന്റെ ആകൃതിയാണ്. മാലിയസ് ചുറ്റിക, ഇൻകസ് കൂടക്കല്ല്, സ്റ്റേപ്പിസ് കുതിരലാടം. പഠിച്ചോ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ഇപ്പൊ 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചല്ലോ, പക്കയായല്ലോ. ഓരോ ടോപ്പിക് നന്നായിട്ട് തന്നെ പഠിച്ച് റിവിഷൻ അടിച്ചു പോയി കഴിഞ്ഞാൽ പരീക്ഷയെ നമുക്ക് സുഖമായിട്ട് നേരിടാം. ഡെയിലി പറ്റിയാൽ ഓരോ ചോദ്യപേപ്പർ ചെയ്ത് പ്രാക്ടീസ് കൂടെ ചെയ്യുക. ടൈമർ വെച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ലെവൽ ഓഫ് എക്സാംസിന്, കമ്പനി LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ പുതിയ ബാച്ചുകൾ അവൈലബിൾ ആണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർ കയറി ജോയിൻ ചെയ്തോളാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആപ്പിൽ 24/7 നിങ്ങൾക്ക് ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് തന്നെ ഡയറക്ട്ലി ചാറ്റ് ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള, ഡൗട്ട്സ് തീർക്കാനുള്ള ഓപ്ഷനും ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ സെറ്റ് അല്ലേ? എല്ലാ കാര്യങ്ങളും ആപ്പിൽ അവൈലബിൾ ആണ്. പഴയ SCRTയും പുതിയ SCRTയും അതുപോലെ കറണ്ട് അഫയേഴ്സ്, ഷോർട്ടും മന്ത്ലിയും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, NCERT ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ കയറി പോകുന്നോളൂ. അപ്പൊ ആപ്പില് നിങ്ങളെ കാര്യമായിട്ട് തന്നെ കാണാം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ മധ്യകർണത്തിലെ പ്രധാനപ്പെട്ട അസ്ഥികൾ ഇങ്ങനെ ലേബൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചോദ്യം, കർണപുടത്തോട് ചേർന്ന് ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി ഏതാണ്? മാലിയസ് ആണ് ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത്. സസ്തനികളിൽ മാത്രം, സസ്തനി എന്നാൽ മാമൽസിൽ മാത്രം കാണപ്പെടുന്ന ചെവിക്കുള്ളിലെ അസ്ഥിയാണ് മാലിയസ് മാമൽ. കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. കർണപുടത്തിൽ നിന്നും, അതായത് ആ ടിംഫാനം ഇല്ലേ, ആ ടിംഫാനത്തിൽ നിന്നും ശബ്ദവീചികൾ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ ഇൻകസിലേക്ക് എത്തിക്കുന്നത്, അതായത് തൊട്ടടുത്ത അസ്ഥിയിലേക്ക് എത്തിക്കുന്നതും മാലിയസ് തന്നെയാണ്. അപ്പൊ മാലിയസുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിക്കുള്ളിലെ അസ്ഥിയാണ്, സസ്തനികളിൽ മാത്രം കാണപ്പെടുന്നു, കർണപുടത്തിൽ നിന്നും ശബ്ദ വീചികൾ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങളെ ഇൻകസിലേക്ക് എത്തിക്കുന്നതും മാലിയസ് ആണ്. മാലിയസിന്റെ തൊട്ടടുത്തുള്ള അസ്ഥിയാണ് ഏത്? ഇൻകസ്. മാലിയസുമായി ചേർന്ന് കാണപ്പെടുന്ന അസ്ഥിയാണ് ഇൻകസ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇൻകസിനെ പറ്റിയുള്ള ചോദ്യം നേരത്തെ പറഞ്ഞു, കൂടക്കല്ലിന്റെ ആകൃതി. ഇൻകസിന്റെ ആകൃതി എന്തുവാ? കൂടക്കല്ലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. ഇനി സ്റ്റേപ്പിസിലേക്ക് വാ. സ്റ്റേപ്പിസിന് വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. ചെവിക്കുള്ളിലെ മധ്യകർണത്തിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസിന്റെ ആകൃതി എന്താണ്? കുതിരലാടത്തിന്റെ ആകൃതിയാണ്. അപ്പൊ കുതിരലാടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റേപ്പിസ് ആണ്. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടത്, നിരവധി തവണ PSC ചോദിച്ചിട്ടുണ്ട്. ശരീരത്തിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റേപ്പിസ് ആണ്. സ്റ്റേപ്പിസിൽ കാണപ്പെടുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട പേശിയാണ് സ്റ്റേപ്പീഡിയസ് പേശി. സ്റ്റേപ്പിസിനെ ഉറച്ചു നിർത്തുന്ന മുഖനാഡിയുടെ നിയന്ത്രണത്തിലുള്ള പേശിയാണ്, ഫേഷ്യൽ നെർവിന്റെ നിയന്ത്രണത്തിലുള്ള പേശിയാണ് സ്റ്റേപ്പീഡസ് പേശി. മനുഷ്യരിലെ ഏറ്റവും ചെറിയ പേശിയും ഏത് തന്നെയാണ്? സ്റ്റേപ്പീഡിയസ് പേശിയാണ്. അപ്പൊ മനുഷ്യരിലെ ഏറ്റവും ചെറിയ അസ്ഥി അല്ലെങ്കിൽ ഏറ്റവും ഭാരം കുറഞ്ഞ അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റേപ്പിസ് ആണ്. മനുഷ്യരിലെ ഏറ്റവും ചെറിയ പേശി ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റേപ്പീഡിയസ് പേശി. അവിടെ തീർന്നില്ല ചോദ്യം. ചെവിയുടെ ആരോഗ്യത്തിനും ശബ്ദ നിയന്ത്രണത്തിനും സഹായിക്കുന്ന മധ്യകർണത്തിലെ പേശിയാണ് സ്റ്റേപ്പീഡിയസ് പേശി. അപ്പൊ സ്റ്റേപ്പീഡിയസ് പേശിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്താണ് ആ ഫംഗ്ഷൻ? ചെവിയുടെ ആരോഗ്യത്തിനും ശബ്ദ നിയന്ത്രണത്തിനും സഹായിക്കുന്ന മധ്യകർണത്തിലെ പേശിയാണ് ഏത്? സ്റ്റേപ്പീഡിയസ് പേശി. അപ്പൊ മധ്യകർണത്തിലെ പ്രധാന അസ്ഥികൾ ഏതൊക്കെയാ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. അതിന്റെ ഷേപ്പുകളും കൂടി പഠിച്ചു വെച്ചേക്കുക, ആകൃതിയും കൂടി പഠിച്ചു വെച്ചേക്കുക. അടുത്തത് യൂസ്റ്റേഷ്യൻ നാളിയെ പറ്റിയാണ്. യൂസ്റ്റേഷ്യൻ ട്യൂബ്.
മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴൽ. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴൽ ഏത്? PSC ഒരു മാർക്ക് ചെയ്ത ചോദ്യം. യൂസ്റ്റേഷ്യൻ നാളി. ഇതിന്റെ ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കർണപടത്തിന് ഇരുവശവുമുള്ള വായുമർദ്ദം സമമായി നിലനിർത്താൻ സഹായിക്കുന്ന ഭാഗം ഏത്? കർണപടത്തിന് ഇരുവശവുമുള്ള വായുമർദ്ദം സമമായി നിലനിർത്താൻ സഹായിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാഡി. യൂസ്റ്റേഷ്യൻ നാളി. അടുത്തത് ആന്തരകർണത്തിലേക്ക് പോകാം. തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിൽ. തലയോട്ടിയിലെ എവിടെ? അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ചെവിയുടെ ആന്തരഭാഗം അഥവാ ഇന്റേണൽ ഇയർ സ്ഥിതി ചെയ്യുന്നത്. ഇന്റേണൽ ഇയറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു. അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ. കോക്ലിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ കോക്ലിയയാണ്. PSC ഒരു മാർക്ക് ചോദ്യം. ശ്രവണത്തിന് സഹായിക്കുന്ന അഥവാ കേൾവിക്ക് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഏത്? കോക്ലിയ. കോക്ലിയ. ഇനി ആന്തരകർണത്തിൽ 2 ദ്രാവകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ആന്തരകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങൾ ഏതൊക്കെ? എൻഡോലിംഫും പെരിലിംഫും. എൻഡോലിംഫും പെരിലിംഫുമാണ് ആന്തരകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഇനി തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്ക് പറയുന്ന പേരാണ് ബോണി ലാബ്രിന്ത്. ബോണി ലാബ്രിന്ത് ഇമ്പോർട്ടന്റ് ആണ്. ബോണി ലാബ്രിന്ത് എന്നാൽ തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയാണ്. അസ്ഥി നിർമ്മിതമായ അറ. ഇനി അസ്ഥി അറയ്ക്കുള്ളിലെ സ്തരനിർമ്മിതമായ അറ. ഈ അസ്ഥി നിർമ്മിതമായ അറയുണ്ടല്ലോ, അതിനുള്ളിൽ സ്തരനിർമ്മിതം മെംബ്രെയിൻ വെച്ച് നിർമ്മിതമായ ഒരു അറയുണ്ട്. അതിന്റെ പേരാണ് മെംബ്രേനിയസ് ലാബ്രിന്ത്. പഠിക്കാൻ എളുപ്പമാ. അസ്ഥി നിർമ്മിതം, അസ്ഥി എന്നാൽ ബോൺ, ബോണി ലാബ്രിന്ത്. ഇനി സ്തരനിർമ്മിതം, സ്തരം എന്നാൽ മെംബ്രെയിൻ, മെംബ്രേനിയസ് ലാബ്രിന്ത്. പഠിച്ചല്ലോ. അപ്പൊ ഈ എൻഡോലിംഫും പെരിലിംഫും പറഞ്ഞില്ലേ, ഇത് എവിടെ കാണപ്പെടുന്നു? അസ്ഥി അറയ്ക്കുള്ളിലെ സ്തരനിർമ്മിത അറകളിലാണ് എൻഡോലിംഫ് കാണപ്പെടുന്നത്. അസ്ഥി അറയ്ക്കുള്ളിലെ സ്തരനിർമ്മിത അറയുടെ പേരെന്താണ്? മെംബ്രേനിയസ് ലാബ്രിന്ത്. അപ്പൊ ഈ മെംബ്രേനിയസ് ലാബ്രിന്തിലാണ് എൻഡോലിംഫ് കാണപ്പെടുന്നത്. ഇനി പെരിലിംഫോ? ഈ അസ്ഥി അറയ്ക്കും സ്തര അറയ്ക്കും ഇടയിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് എൻഡോ. എൻഡോ എന്നാൽ എന്റെ ഉള്ളിൽ, എന്റെ എന്ന് പഠിച്ചാൽ മതി. എൻഡോലിംഫ്. പെരി എന്നാൽ ഇടയിലാണ്. സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്നതാണ് പെരിലിംഫ്. ഓക്കെ. ഇനി ഓവൽ വിൻഡോ. ഈ ഓവൽ വിൻഡോ സ്റ്റേപ്പിസുമായി ചേർന്ന് കാണുന്ന കോശസ്തരമാണ്. അപ്പൊ സ്റ്റേപ്പിസുമായി ചേർന്ന് കാണുന്ന കോശസ്തരം കൊണ്ട് പൊതിഞ്ഞ ദ്വാരമാണ് ഓവൽ വിൻഡോ. ഓവൽ വിൻഡോ. നേരത്തെ പറഞ്ഞില്ലേ റൗണ്ട് വിൻഡോ. റൗണ്ട് വിൻഡോയാണ് കോക്ലിയയ്ക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം. അപ്പൊ കോക്ലിയ എന്നാൽ ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിക്കുള്ളിലെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. കോക്ലിയയുടെ ആകൃതി എന്താണ്? കണ്ടോ, ഒച്ചിന്റെ ആകൃതിയാണ്, സ്നെയിലിന്റെ ആകൃതിയാണ് കോക്ലിയയ്ക്ക്. കോക്ലിയയ്ക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരിലിംഫാണ്. കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചാൽ പെരിലിംഫാണ്. സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ചോദിച്ചാലും പെരിലിംഫാണ്. കോക്ലിയയ്ക്കകത്തുള്ള ദ്രവം ഏതാണെന്ന് പറഞ്ഞു. ഏതാ? പെരിലിംഫ്. ഈ പെരിലിംഫിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? റൗണ്ട് വിൻഡോയാണ്. റൗണ്ട് വിൻഡോ. ഇനി അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും. അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും ആന്തരകർണത്തിന്റെ ഭാഗങ്ങളാണ്. ഇവ ശരീര തുലനനില അഥവാ ബോഡി ബാലൻസ് പാലിക്കുന്നതിന് സഹായിക്കുന്ന ഭാഗമാണ് അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും. ഇനി ഈ അർദ്ധവൃത്താകാര കുഴലുകൾക്ക് ഒരു ഉരുണ്ടിരിക്കുന്ന ഭാഗമുണ്ട്, ഉരുണ്ടിരിക്കുന്ന അഗ്രഭാഗം. അതിന്റെ പേരാണ് ആംബ്യൂള. ആംബ്യൂള. അർദ്ധവൃത്താകാര കുഴലുകളുടെ ഉരുണ്ടിരിക്കുന്ന ഭാഗത്തിന്റെ പേരെന്താണ്? ആംബ്യൂള. ഉരുണ്ടിരിക്കുന്ന അഗ്രഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആംബ്യൂള എന്ന പേരിൽ അറിയപ്പെടുന്നു. വെസ്റ്റിബ്യൂൾ. വെസ്റ്റിബ്യൂളും ഏതിന്റെ ഭാഗമാണ്? ആന്തരകർണത്തിന്റെ ഭാഗമാണ്. വെസ്റ്റിബ്യൂളിനും 2 ഭാഗങ്ങളുണ്ട്, യൂട്രിക്കിളും സാക്യൂളും. യൂട്രിക്കിളും സാക്യൂളും വെസ്റ്റിബ്യൂളിന്റെ ഭാഗമാണെന്ന് ഓർക്കുക. യൂട്രിക്കിളും സാക്യൂളും. ഇനി ആന്തരകർണത്തിലെ കോക്ലിയയുമായി യോജിപ്പിച്ചിരിക്കുന്ന വെസ്റ്റിബ്യൂളിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ സാക്യൂൾ. ഈ സാക്യൂൾ ആണ് കോക്ലിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നത്.
ഈ വെസ്റ്റിബ്യൂളിൽ ചെറിയ ചുണ്ണാമ്പ് തരികൾ കാണപ്പെടുന്നു. അതിന്റെ പേരാണ് ഓട്ടോലിത്ത്. ഓട്ടോലിത്ത്. അപ്പോ ശബ്ദവുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ പഠിക്കുക. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയ. കോക്ലിയയുടെ ആകൃതി ഒച്ചിന്റെ ആകൃതി. കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരിലിംഫ്. ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം കോക്ലിയയാണ്. കോക്ലിയ. ഓക്കെ, കണ്ടോ? വെസ്റ്റിബുലാർ നെർവ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ സെമി സർക്കുലാർ, സെമി സർക്കുലാർ, അതായത് അർദ്ധ വൃത്താകാര കുഴലുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ കേൾവിക്ക് സഹായിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാ? കോക്ലിയയാണ്. കോക്ലിയയിലെ അറകളുടെ എണ്ണം ചോദിച്ചാൽ 3 അറകളാണ് കോക്ലിയയിൽ കാണപ്പെടുന്നത്. ആന്തരകർണത്തിൽ ഒച്ചിന്റെ തോടിനോട് സമാനമായി കാണപ്പെടുന്ന ഭാഗം ഏതാണ്? കോക്ലിയയാണ്. ചെവിയിൽ ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ്? കോക്ലിയയാണ്. കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിലിംഫ് ആണ്. പെരിലിംഫ്. അടുത്തൊരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർഗൻ ഓഫ് കോർട്ടി. കോക്ലിയയുടെ മധ്യ അറയിലെ ആന്തരഭിത്തിയിൽ സംവേദകോശങ്ങൾ നിറയെ കാണപ്പെടുന്ന ഭാഗമാണ് ഓർഗൻ ഓഫ് കോർട്ടി. ഓർഗൻ ഓഫ് കോർട്ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓർഗൻ ഓഫ് കോർട്ടി എന്നാൽ കോക്ലിയയുടെ മധ്യ അറയിലെ ആന്തര ഭിത്തിയിൽ സംവേദകോശങ്ങൾ നിറയെ കാണപ്പെടുന്ന ഭാഗമാണ് ഓർഗൻ ഓഫ് കോർട്ടി. കൂടാതെ ചെവിയിൽ ശബ്ദതരംഗങ്ങൾ നാഡീപ്രേരണകളായി രൂപാന്തരപ്പെടുന്ന ഭാഗവും ഏത് തന്നെയാണ്? ഓർഗൻ ഓഫ് കോർട്ടി. ഈ ഓർഗൻ ഓഫ് കോർട്ടിയിൽ നിന്നുള്ള ആവേഗങ്ങളാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? മസ്തിഷ്കത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഓർഗൻ ഓഫ് കോർട്ടിയിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്ന നാഡി ഏതാണ്? ശ്രവണ നാഡി. ശ്രവണ നാഡിയാണ് ഓർഗൻ ഓഫ് കോർട്ടിയിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിൽ എത്തിക്കുന്നത്. ഓർക്കുക. ഇനി കോക്ലിയയ്ക്ക് 3 അറകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? കോക്ലിയയിലെ അറകളുടെ എണ്ണം എത്രയാ? 3. കോക്ലിയയെ 3 അറകളായി തിരിക്കുന്ന സ്ഥലം ഏതാണ്? ബേസിലാർ സ്ഥലം. ബേസിലാർ മെംബ്രെയിൻ ആണ് കോക്ലിയയെ 3 അറകളായി തിരിക്കുന്ന സ്ഥലം. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയാ? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ, അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ് എന്നും തരും. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധി. കേൾവി പരിശോധിക്കുന്ന ഉപകരണം ഏത്? അല്ലെങ്കിൽ ചെവി പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓട്ടോസ്കോപ്പ് ആണ്. ഓട്ടോസ്കോപ്പ്. ചെവി, മൂക്ക്, തൊണ്ട, അതായത് ENT, ഇയർ, നോസ്, ടങ് എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓട്ടോ ലാരിംഗോളജി. ഓട്ടോ ലാരിംഗോളജി. ഓട്ടോളജി എന്നാൽ ചെവിയെ കുറിച്ചുള്ള പഠനം. ENT, ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓട്ടോ ലാരിംഗോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി കർണപുടത്തിൽ ഉണ്ടാകുന്ന ദ്വാരങ്ങൾ, കീറലുകൾ എന്നിവ ചികിത്സിക്കുന്നതിനുള്ള ശസ്ത്രക്രിയയാണ് ടിംബാനോപ്ലാസ്റ്റി. ടിംബാനമല്ലേ കർണപുടം, അപ്പൊ പ്ലാസ്റ്റിയും കൂടെ ചേർത്താൽ മതി. ടിംബാനോപ്ലാസ്റ്റി. ടിംബാനോപ്ലാസ്റ്റി. ഇനി ചെവിയുടെ ആകാര ഭംഗി വർദ്ധിപ്പിക്കുന്നതിനും ശസ്ത്രക്രിയയുണ്ട്. അതിന്റെ പേരാണ് ഓട്ടോപ്ലാസ്റ്റി. ചെവി ഓട്ടോപ്ലാസ്റ്റി. ചെവിയുടെ ആകാര ഭംഗി വർദ്ധിപ്പിക്കുന്ന ശസ്ത്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓട്ടോപ്ലാസ്റ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇത്രയാണ് ചെവിയെ കുറിച്ച് ആകെ പഠിക്കേണ്ട ഭാഗം. അപ്പൊ ഇത്രയാണ് ചെവിയെ കുറിച്ച് ആകെ പഠിക്കേണ്ട ചോദ്യങ്ങൾ. എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ചെവിയെ കുറിച്ച് ആകെ ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ PSC ചോദിക്കാറുള്ളൂ. ഇത്രയും മാത്രം നോക്കി വെച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും കാണാൻ പറ്റും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുമല്ലോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.